ബാങ്കുകളെ കൊള്ളയടിക്കാനുള്ള പുതിയ നീക്കവുമായി പിണറായി വിജയന്റെ സർക്കാർ. ബാങ്കുകളിലെ 3000 കോടി രൂപ ഉടൻ ട്രഷറിയിലേക്ക് മാറ്റണമെന്നാണ് നിർദ്ദേശം. വകുപ്പുകൾക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. മറ്റു ബാങ്കുകളിൽ പണം സൂക്ഷിച്ചിരിക്കുന്ന സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കർശന നിർദ്ദേശവുമായി ചീഫ് സെക്രട്ടറി. സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന 3000 കോടി രൂപ എത്രയും പെട്ടെന്ന് സംസ്ഥാന ട്രഷറിയിലേക്ക് മാറ്റാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നിർദ്ദേശിച്ചു. എന്നാൽ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചാൽ അവശ്യഘട്ടത്തിൽ പിൻവലിക്കാൻ സാധിക്കില്ല എന്ന കാരണമാണ് വകുപ്പുകളെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. അടിക്കടി ഉണ്ടാകുന്ന ട്രഷറി നിയന്ത്രണം വകുപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് വകുപ്പ് മേധാവികൾക്കുള്ളത്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം പല സ്ഥാപനങ്ങളും പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. അനുസരിക്കാത്ത വകുപ്പുകളും സ്ഥാപനങ്ങളും ഉണ്ടെന്ന സൂചന പ്രകാരമാണ് ധനവകുപ്പ് വിശദാംശങ്ങൾ ശേഖരിച്ചത്. ഈ കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചത് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് IAS ആണ്. ട്രഷറിയിലേക്ക് പണമെത്തിയോ എന്ന് ധനസെക്രട്ടറി നിരീക്ഷിക്കുകയും ചെയ്യും. തുക ട്രഷറിയിലേക്ക് മാറ്റിയാൽ ഉയർന്ന പലിശ നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. വകുപ്പുകൾക്ക് വരുമാനം കൂട്ടാനുള്ള ഹ്രസ്വകാല ദീർഘകാല മാർഗങ്ങൾ സംബന്ധിച്ച് ധനസെക്രട്ടറി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും ചീഫ് സെക്രട്ടറി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കരാറുകാർക്ക് പണം നൽകുന്നതിന് പകരം ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനം പ്രോത്സാഹിപ്പിക്കണം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കൊല്ലം നികുതി ഇതര വരുമാനം കുറവാണെങ്കിൽ വകുപ്പുകൾ പരിഹാര നടപടി സ്വീകരിക്കുമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ബാങ്കിൽ കിടക്കുന്ന പണമെല്ലാം തിരിച്ച് ട്രഷറിയിൽ കൊണ്ടുവന്ന് സ്വന്തം ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാനുള്ള നീക്കമാണ് പിണറായി വിജയനും കൂട്ടരും നടത്തുന്നത്. എല്ലാ വകുപ്പുകളെയും പാപ്പരാക്കാനും ഇതുവഴിയുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.